ഹായ്, നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ചെത്തിയുടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെടിയായിട്ട് വളർത്തുന്ന ഒരു ചെത്തി പൂക്കളുണ്ട്. അതിൻ്റെ പല കളേഴ്സ് ഇതിൽ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഇതിൻ്റെ യെല്ലോ ഉണ്ട്, അത് പൂവിട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് വയലറ്റാണ് കേട്ടോ. വയലറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മെറൂൺ ഉണ്ട്, ചുവപ്പുണ്ട്. ഇതിപ്പോൾ മെറൂണാണ് കേട്ടോ. ഇത് ലൈറ്റ് ഭയങ്കര സൂര്യപ്രകാശത്തിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്കിത് റെഡായിട്ട് തോന്നണതാണ്. മെറൂണാണ് ഇതിൻ്റെ മുട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കിയാൽ അറിയാം. ഭയങ്കര മെറൂണാണ്. ഇനി തൊട്ട് പിന്നെ ഞാൻ റെഡ് കാണിച്ചു തരാം. തൊട്ടടുത്ത് തന്നെ റെഡ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് മെറൂണായിരുന്നു. കാരണം ഒരു നിറച്ച ഫീൽ അതിന് വരും. അപ്പോൾ ഈ സൂര്യപ്രകാശം ഇത് നമുക്ക് കറക്റ്റ് അടിച്ചിട്ട് ഉള്ള ഈ ലൈറ്റ് കളറായിട്ട് തോന്നിക്കണം. കണ്ട, ഇതാണ് റെഡ് വന്നിരിക്കുന്നത്. നല്ല ചില്ലി റെഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുപോലെ കാട് പിടിച്ചത് വളരും. സ്റ്റെമ്മിനാണെങ്കിൽ വളരെ കനം കുറവാണ്. ഇവയുടെ തണ്ടിന് വളരെ കനം കുറവ് ആയതുകൊണ്ട് ഇങ്ങനെ തളർന്നൊടിഞ്ഞ് വീണ് കിടക്കും. പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ ഇവരെങ്ങനെ വീണ് പോയാലും അവിടെ നിന്ന് വേറൊരു ചെനപ്പ് വന്നും കേട്ട് അവിടെയും പൂക്കും. അപ്പോൾ ഒരു നിത്യ ഹരിതവനം എന്ന് പറഞ്ഞാൽ നിത്യവും പൂവ് തരുന്ന ഒരു വളരെ കുറച്ച് ടൈമിൽ മാത്രമേ ഇവർ പൂക്കാതിരിക്കുള്ളൂ. ബാക്കി എല്ലാ കാലവും ഇവർ പൂക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താവുന്നതിൻ്റെ ഏറ്റവും ഇത്. പിന്നെ ഇതുപോലെ കാടായി വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, വൈറ്റ് കണ്ട് എന്ത് രസമല്ലേ വൈറ്റ് കാണാൻ. നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. കുറേ ഇങ്ങനെ കൊലകൊലായി കഴിക്കുന്നതുകൊണ്ട് ഒരു കൊലയിൽ ഒന്നും അരയായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതിങ്ങനെ കൊലകുത്തി കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ. ഇതിൻ്റെ ഇലയ്ക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല. 2 ടൈപ്പും ഉണ്ട്. ഇത് സാധാ ടൈപ്പും ഉണ്ട്, ഇതിൻ്റെ തന്നെ ഇല വരുന്ന ടൈപ്പും ഉണ്ട്. അത് തൊട്ട് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഈ 2 ടൈപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ മെറൂണ്, റെഡ്, അതേപോലെ തന്നെ യെല്ലോ പൂത്തിട്ടില്ല, അതുകൊണ്ടാണ് യെല്ലോ കാണിക്കാഞ്ഞത്. അപ്പോൾ യെല്ലോ, അതേപോലെ തന്നെ വയലറ്റ്, മെറൂണ്, റെഡ്, വയലറ്റ്, യെല്ലോ, വൈറ്റ്, ഇത്രയും കളർ ഇപ്പോൾ നമ്മൾ കണ്ടു. ഇനി ഇതല്ലാത്ത കളേഴ്സ് നിങ്ങളതിലുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കണ്ട, വൈറ്റ് എന്നും ഒരു ഭംഗി തന്നെയാണ് അല്ലേ. ഇത് തണ്ട് മുറിച്ച് വെച്ചിട്ടായാലും പിന്നെ തണ്ട് ഇതുപോലെ മണ്ണിൽ പതിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വേര് മുളച്ചിട്ടായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൂർക്ക തല കിള്ളിയില്ലേ, കൂമ്പ്, ഒരു 4 ഇല വെച്ച് കൂമ്പ് കിള്ളിയിട്ട് അത് കൊണ്ടൊന്ന് ചട്ടിയിലോ കവറിലോ അല്ലെങ്കിൽ മുറ്റത്ത് വെച്ചാലും ഇതുണ്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരും.